വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയത് ജയസൂര്യൻ ജോൺ ബ്രിട്ടാസിനോട് പാർട്ടിക്ക് അനുവാദം ചോദിച്ചിട്ടല്ലല്ലോ അദ്ദേഹത്തിനെ വിളിച്ചത് എന്നാണ്. ഒരുപക്ഷെ ജോൺ ബ്രിട്ടാസ് രാജ്യസഭയിലെ CPM-ൻ്റെ നേതാവാണ് എന്നതാണ് അദ്ദേഹത്തിനെ തന്നെ നേരിട്ട് വിളിക്കാൻ കിരൺ റിജുവിനെ പ്രേരിപ്പിച്ച ഘടകം എന്ന് പറയാം. പക്ഷേ ഇത്തരം ഒരു കാര്യവുമില്ലാതെ ഇപ്പുറത്തെങ്ങനെയാണ് 4 പേരെ പാർട്ടി പറഞ്ഞതിനപ്പുറം കണ്ടെത്തിയത് എന്നാണ് അറിയേണ്ടത്. ഞാൻ പൊടിപ്പാറയിലേക്ക് പോവുകയാണ്. ജോർജ് പൊടിപ്പാറ, CPM ഒക്കെ എതിർപ്പുണ്ടെങ്കിൽ പോലും അവർ ഈ ഘട്ടത്തിൽ രാജ്യത്തിൻ്റെ ഓപ്പറേഷൻ സിന്ദൂർ മറ്റു രാജ്യങ്ങളിലേക്ക് ചെന്ന് അറിയിക്കാൻ ഉള്ളൊരു അവസരത്തെ ഉപയോഗിക്കണമെന്ന് തന്നെ കരുതുന്നു. രാജ്യത്ത് അത്തരത്തിലൊരു ഭിന്നിപ്പുണ്ടാകേണ്ട സമയമല്ല എന്ന് കരുതുന്നുണ്ട്. കോൺഗ്രസിനും വേണമെങ്കിൽ ആ പക്വത വേണമെങ്കിൽ ഈ ഘട്ടത്തിൽ കാണിക്കാമായിരുന്നല്ലോ. അതെന്തുകൊണ്ടാണ് കോൺഗ്രസ് ആലോചിക്കാതെ തരൂരിൻ്റെ കാര്യത്തിൽ ഒരല്പം ഭിന്നസ്വരത്തിൽ ഇപ്പോൾ സംസാരിക്കുന്നത്? ഡോക്ടർ ലാൽ, ഇത് വളരെ യാദൃച്ഛികമായിട്ട് അല്ലെങ്കിൽ ഡെലിബറേറ്റ് ആയിട്ട് സംഭവിച്ചൊരു കാര്യം എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇതിനകത്ത് ഒരു രാഷ്ട്രീയമുണ്ട്. അതായത് ശശി തരൂരിനെ അതായത് ശശി തരൂരിനെ BJP ക്ഷണിച്ചതിനകത്ത് ഒരു രാഷ്ട്രീയമുണ്ട്, അല്ലെങ്കിൽ ആ സംഘത്തിന്റെ തലവനാക്കിയതിനകത്ത് ഒരു പൊളിറ്റിക്സ് ഉണ്ട്. അതുപോലെ തന്നെ ശശി തരൂരിനെ കോൺഗ്രസ് നിർദ്ദേശിച്ച സംഘത്തിൽ ഉൾപ്പെടുത്താത്തതിലും ഒരു പൊളിറ്റിക്സ് ഉണ്ട്. ആ പൊളിറ്റിക്സ് എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഇതിപ്പോ ഒരു ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് അന്താരാഷ്ട്ര തലത്തിൽ കാര്യങ്ങൾ വിശദീകരിക്കാനായിട്ട് 7 സംഘങ്ങളെ നിയോഗിക്കുന്നു. ആ നിയോഗിക്കുന്ന 7 സംഘങ്ങളിൽ ഒന്നിന്റെ തലവനായിട്ട് ശശി തരൂരിനെ BJP സർക്കാർ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ തെരഞ്ഞെടുക്കുന്നു. ശശി തരൂരിന് അതിന് യോഗ്യതയില്ല എന്ന് പറയാൻ ആർക്കും കഴിയില്ല. അദ്ദേഹം അക്കാര്യത്തിൽ പരമാവധി യോഗ്യനാണ്. ഒരുപക്ഷെ ഇന്ത്യയിലുള്ളവരിൽ ഏറ്റവും യോഗ്യരായ ഒരാളാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അദ്ദേഹത്തിന്റെ അന്താരാഷ്ട്ര പ്രവർത്തന പരിചയം, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഭാഷാ പരിജ്ഞാനം, കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, ഒരാഗോള പൗരൻ, ഒരു വിശ്വ പൗരൻ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന സ്വീകാര്യത, അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങൾ, അദ്ദേഹം എഴുതിയ പുസ്തകം, ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഒരുപക്ഷെ ഏറ്റവും യോഗ്യൻ എന്ന് തന്നെ അദ്ദേഹത്തെ കുറിച്ച് നമുക്ക് പറയേണ്ടി വരും. അത് BJP സർക്കാർ പരിഗണിച്ചിട്ടുണ്ടാകാം. അതിനൊപ്പം തന്നെ അതിനേക്കാൾ അധികമോ ശശി തരൂരിനെ പരിഗണിച്ചതിന് പിന്നിൽ ഒരു പൊളിറ്റിക്സ് ഉണ്ട്. അതാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. എന്തുകൊണ്ടാണ് ശശി തരൂരിനെ വിദേശകാര്യ എന്താ പറയാ ഇതിന്റെ ഉപസമിതിയുടെ അധ്യക്ഷനായ ശശി തരൂരിനെ കേന്ദ്ര സർക്കാർ ഈ പ്രതിനിധി സംഘത്തിൽ ഉൾപ്പെടുത്തി അദ്ദേഹത്തെ ഒരു സംഘത്തിന്റെ തലവനാക്കുമ്പോൾ കോൺഗ്രസ് ശശി തരൂരിനെ ഒഴിവാക്കിക്കൊണ്ട് ഒരു പട്ടിക സമർപ്പിക്കുമ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അതിനകത്ത് അവർ മനസ്സിൽ കാണുന്ന ചില കാര്യങ്ങളുണ്ട്, അവർ പരിഗണിക്കുന്ന ചില വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങൾ എന്ത് എന്ന് ഡോക്ടർ ലാലിനറിയാം, ഞാൻ ബഹുമാനിക്കുന്ന ശ്രീ സമ്പത്തിനറിയാം, അത് ജയസൂര്യനും അറിയാത്തതല്ല. എന്താണത്? നമുക്കറിയാം. ഈ വിഷയം ഓപ്പറേഷൻ സിന്ദൂറിനെ സംബന്ധിച്ച് കേന്ദ്ര സർക്കാരും അത് ഉന്നയിക്കുന്ന ചില അവകാശവാദങ്ങളുണ്ട്. കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെക്കുന്ന ചില വാദങ്ങളുണ്ട്, ചില നിലപാടുകളുണ്ട്. പക്ഷെ അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾ, ആ പ്രതിപക്ഷ പാർട്ടികൾക്ക് നേതൃത്വം നൽകുന്ന അല്ലെങ്കിൽ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് സ്ഥാനം അലങ്കരിക്കുന്ന ആ പാർട്ടി, കോൺഗ്രസ് പാർട്ടി മുന്നോട്ട് വെക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളിൽ ചിലതൊക്കെ വളരെ കൃത്യമായി തന്നെ നമുക്കറിയാം. എന്തുകൊണ്ട് ഒരു വെടിനിർത്തൽ പ്രഖ്യാപനമുണ്ടായി? ആ വെടിനിർത്തൽ പ്രഖ്യാപനം ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും പ്രധാനമന്ത്രിമാർ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് എന്തുകൊണ്ട് ആ വെടിനിർത്തൽ പ്രഖ്യാപനം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടായി? അതിനെ എന്തുകൊണ്ട് കൃത്യമായി നിരാകരിക്കുന്നില്ല? മാത്രമല്ല, പാകിസ്ഥാൻ അല്ലെങ്കിൽ കാശ്മീർ വിഷയത്തിൽ ഒരിക്കലും മധ്യസ്ഥ ചർച്ച അല്ലെങ്കിൽ മധ്യസ്ഥ ഇടപെടൽ അനുവദിക്കില്ല എന്ന് പറഞ്ഞ ഇന്ത്യ എന്തുകൊണ്ട് അങ്ങനെ ഒരു മധ്യസ്ഥ ഇടപെടൽ അംഗീകരിച്ചു? അതായത് ശ്രീ ജോർജ് പൊടിപ്പാറ, BJPക്ക് ആവശ്യമുള്ള രീതിയിൽ കാര്യങ്ങൾ ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കാൻ കൃത്യമായി ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ആളാണ് ഡോക്ടർ ശശി തരൂർ എന്ന് BJPക്ക് മനസ്സിലായിരിക്കുന്നു. അത് കൊണ്ട് അദ്ദേഹത്തെ സമീപിച്ചു. കോൺഗ്രസ് പറഞ്ഞ ആളുകളിലേക്ക് പോയില്ല. ഡോക്ടർ ശശി തരൂരിലേക്ക് വരാൻ തീരുമാനിച്ചതിന് താങ്കൾ ഈ പറഞ്ഞ ഒരു ഹിഡൻ അജണ്ട ഉണ്ട്. അത് കൃത്യമാണെന്ന് ഇപ്പോൾ തെളിഞ്ഞിരിക്കുകയല്ലേ? BJP പറഞ്ഞിടത്തേക്ക് തരൂർ അങ്ങനെയാണെങ്കിൽ എത്തുകയല്ലേ? ഇപ്പോൾ ഇന്ന് അദ്ദേഹം എന്താണ് പറഞ്ഞിരിക്കുന്നത്? രാഷ്ട്രമാണ് വലുത്, രാഷ്ട്രീയമല്ല. സർക്കാർ പറഞ്ഞിടത്തേക്കാണ്, സർക്കാർ എൻ്റെ സേവനം ആവശ്യപ്പെട്ടിരിക്കുന്നു, ഞാനത് ചെയ്യാൻ സമ്മതിച്ചിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ താങ്കൾ പറയുന്നത് പോലെ തരൂർ BJPക്കൊപ്പം നിൽക്കുന്നു എന്നല്ലേ? ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ
നമ്മൾ സാധാരണഗതിയിൽ പറയും പൊന്ന് കായ്ക്കുന്ന മരമാണെങ്കിലും അത് പുരപ്പുറത്തേക്ക് ചാഞ്ഞാൽ അത് വെട്ടി മാറ്റേണ്ടി വരും. കഴിഞ്ഞ കുറെ കാലമായിട്ട് ശശി തരൂർ നിരന്തരമായിട്ട് കോൺഗ്രസ് പാർട്ടിയുടെ നിലപാടുകളെയും നയങ്ങളെയും അവർ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയത്തെയും നിരാകരിക്കുന്ന പ്രസ്താവനകളാണ് നടത്തുന്നത്. അദ്ദേഹത്തിന് പറയുന്ന ചില പ്രസ്താവന, ചില സൂക്തങ്ങൾ പോലെ രാഷ്ട്രമാണ് വലുത്, രാഷ്ട്രീയമല്ല, രാഷ്ട്രമുണ്ടെങ്കിലേ രാഷ്ട്രീയമുള്ളൂ. യുദ്ധത്തിന്റെ കാര്യത്തിൽ ഈ ഘട്ടത്തിൽ രാഷ്ട്രം, അതായത് പ്രധാനമന്ത്രി പറയുന്നതിനൊപ്പം നിൽക്കുക, സൈന്യം പറയുന്നതിനൊപ്പം നിൽക്കുക, ചോദ്യങ്ങൾ ചോദിക്കാൻ പാടില്ല, ഒരു സർവകക്ഷി യോഗം വേണമെന്നുള്ള. പക്ഷേ ജോർജ് പൊടിപ്പാറ, ഈ ഘട്ടത്തിൽ ഒരു ഭിന്നസ്വരം ഈ ഘട്ടത്തിൽ ശശി തരൂർ ചെയ്യുന്നില്ല. ഒറ്റ മിനിറ്റ്. അങ്ങനെ വരുമ്പോ കോൺഗ്രസ് എങ്ങനെ അംഗീകരിക്കാൻ കഴിയും? ജോർജ് പൊടിപ്പാറ, അതായത് ഈ ഘട്ടത്തിൽ കോൺഗ്രസ് കരുതുന്നത് അങ്ങനെയാണോ? ഒരു ഭിന്നസ്വരം ഉണ്ടാകണം, ലോകത്തിന്റെ മുമ്പിൽ പോയി, അമേരിക്കയിൽ പോയി അല്ലെങ്കിൽ യൂറോപ്പിൽ പോയി ഭിന്നസ്വരമാണ് കേൾപ്പിക്കേണ്ടത്. പല അഭിപ്രായ വ്യത്യാസങ്ങളും താങ്കൾ പറഞ്ഞതുപോലെ ഇവിടെ ഉണ്ടെങ്കിലും അതൊക്കെ കേൾപ്പിക്കാൻ പറ്റുന്ന ആളുകൾ വേണം പോകാൻ എന്ന് കരുതിയാണോ ഈ ആനന്ദ് ശർമ്മയെയും ഗൗരവ് ഗൊഗോയെയും രാജബ്രാറിനെയും സയ്യിദ് ഹുസൈനെയും ഒക്കെ തീരുമാനിച്ചത്? അങ്ങനെയാണെങ്കിൽ നരേന്ദ്രമോദി തീരുമാനിച്ചതല്ലേ ശരി? ഇപ്പോൾ അങ്ങനെയല്ലല്ലോ കേൾപ്പിക്കേണ്ടത് അവിടെ പോയി. അങ്ങനെയല്ല വ്യാഖ്യാനിക്കേണ്ടത്. ഇപ്പൊ ഈ കോൺഗ്രസ് പാർട്ടി തെരഞ്ഞെടുത്തിട്ടുള്ള ആളുകളെല്ലാം ഈ സംഘത്തിന്റെ അംഗങ്ങളായി നാളെ അന്താരാഷ്ട്ര വേദികളിൽ പോയി ഇന്ത്യൻ നിലപാടിന് എതിരായി പറയുന്നല്ല, ഇന്ത്യൻ നിലപാടിനെ നിരാകരിക്കുന്ന രീതിയിൽ, ഇന്ത്യക്ക് ദോഷകരമായ രീതിയിൽ സംസാരിക്കൂ. ഇപ്പൊ BJP പറയുന്നുണ്ട് അതിനകത്ത് ഗൗരവ് ഗൊഗോയ് പാക് ചാരനാണെന്നുള്ള രീതിയിലൊക്കെ അവർ വ്യാഖ്യാനിക്കുന്നുണ്ട്. നാസിർ ഹുസൈനെ കുറിച്ച്, കർണാടകയിൽ നിന്നുള്ള MP യെ കുറിച്ച് അവർ വേറെ ചില രീതിയിൽ സംസാരിക്കുന്നുണ്ട്. അതൊന്നും അല്ല അതിനകത്തെ പ്രശ്നം. ഇതിനകത്ത് കോൺഗ്രസിന്റെ ഒരു രാഷ്ട്രീയമുണ്ട്, ഇന്ത്യയിലെ പ്രതിപക്ഷ കക്ഷികളുടെ ഒരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയത്തെ പാടെ ഒട്ടും ഉൾക്കൊള്ളാതെ ആ പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളായ, ആ പാർട്ടിയുടെ ഒരു വലിയ മുഖമായ വിദേശകാര്യ വിഷയങ്ങളിൽ ഒരുപക്ഷെ ഇന്ത്യൻ പ്രതിപക്ഷ പാർട്ടികളിൽ ലോകം അംഗീകരിക്കുന്ന ഏറ്റവും വലിയ മുഖമായ ശശി തരൂർ പരിപൂർണമായിട്ടും BJPയുടെ നയങ്ങളെയും പ്രധാനമന്ത്രിയുടെ നയങ്ങളെയും മാത്രം എൻഡോഴ്സ് ചെയ്യുക. ശശി തരൂരോ സൽമാൻ ഖുർഷിദോ മനീഷ് തിവാരിയോ ഒക്കെ താങ്കൾ ഈ പറയുന്ന കാര്യങ്ങൾ, കോൺഗ്രസ് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ പറയില്ല എന്ന് നിങ്ങൾ എങ്ങനെയാണ് കരുതുന്നത്? അവർ കോൺഗ്രസിന്റെ MP-മാരല്ലേ? ഇതൊക്കെ മനസ്സിലാക്കാനുള്ള അവർ കഴിവും വിവരവും വിദ്യാഭ്യാസവും വിവേകവും ഒക്കെ ഇവർക്കുമില്ലേ? തീർച്ചയായിട്ടും അത് ശശി തരൂരിന് മാത്രമാണ്. ഇപ്പൊ ആനന്ദ് ശർമ്മയെ പോലെ ഒരാൾക്ക് വിദേശകാര്യം അറിയില്ല. അദ്ദേഹം എത്രയോ പ്രതിനിധി സംഘടനകളുടെ ഭാഗമായിട്ട് പോയിട്ടുണ്ട്. ഇപ്പൊ BJP കോൺഗ്രസിൽ നിന്ന് തെരഞ്ഞെടുക്കുന്ന സാൽമൻ ഖുർഷിദും ശശി തരൂർ അടങ്ങുന്ന മനീഷ് തിവാരിയൊക്കെ മാത്രമാണ് ഈ വിഷയത്തിലെ എക്സ്പെർട്ട് എന്ന് പറയുന്നത്. ഞാൻ ശശി തരൂരിന്റെ യോഗ്യതയെ കുറിച്ച് ഒരു കാരണവശാലും എതിർക്കില്ല. ഇന്ത്യയിൽ ഇന്ന് നമുക്ക് ലഭിക്കാവുന്ന ഏറ്റവും മികച്ച ചോയ്സ് ആണ്, കോൺഗ്രസിന് മുന്നോട്ട് വെക്കാവുന്ന ഏറ്റവും ആപ്റ്റ് ചോയ്സ് ആണ് ശശി തരൂർ. അദ്ദേഹത്തിന്റെ വൈദഗ്ധ്യം, അദ്ദേഹത്തിന്റെ പാണ്ഡിത്യം, അദ്ദേഹത്തിന്റെ സ്വീകാര്യത, ആ ഒരു പാൻ വേൾഡ് പ്രതിച്ഛായ, ഇതൊന്നും മറ്റാർക്കും അതിനപ്പുറത്ത് പോകാൻ പറ്റുന്ന ആരെയും നമുക്ക് നമ്മുടെ മുമ്പിലില്ല. പക്ഷെ ഇതൊക്കെയാണെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം BJP ഇതിനകത്ത് ഒരു രാഷ്ട്രീയം ലക്ഷ്യം വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രതിപക്ഷത്തിന്, കോൺഗ്രസിനും ഇതിനകത്ത് ഒരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയത്തിൽ ശശി തരൂർ ഒരു ഘട്ടത്തിലും കോൺഗ്രസിന്റെ നയങ്ങളും നിലപാടുകളുമായിട്ട് യോജിക്കാതെ പരിപൂർണമായിട്ടും BJPയുടെ നിലപാടുകൾക്കൊപ്പം നിൽക്കുമ്പോൾ ഒരു പാർട്ടി എന്നുള്ള നിലയ്ക്ക് കോൺഗ്രസ് ശശി തരൂരിനെ അതേപടി ഉൾക്കൊള്ളാൻ സാധിക്കൂ? BJP ആണെങ്കിൽ അങ്ങനെ ഒരാള് പാർട്ടിയുടെ നിലപാടിന് വിരുദ്ധമായിട്ട് സർവകക്ഷി യോഗം വിളിക്കണം, പാർലമെന്റ് വിളിക്കണം എന്ന രീതിയിൽ മുന്നോട്ട് വെക്കുന്ന ഒരാളെ BJP ഉൾക്കൊള്ളൂ? ശരി.